ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 8ാമത്തെ യൂണിറ്റായ മൂൺ ആൻഡ് സ്റ്റാർസ് തിങ്കളും താരങ്ങളും എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളും നമുക്കിന്ന് ചെയ്യാം. 6ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. ചിത്രം നോക്കൂ. ഒരു കുട്ടി ആകാശത്ത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ആ കുട്ടി ചിന്തിക്കുന്നത്? ആകാശ കാഴ്ചകൾ എന്നും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സൂര്യൻ എല്ലാ ദിവസവും രാവിലെ കിഴക്കുദിക്കുകയും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്? എല്ലാ ദിവസവും സൂര്യൻ പകൽ സമയത്ത് ആകാശത്തുണ്ടാവും. ചന്ദ്രനോ ഒരു ദിവസം തേങ്ങാപ്പൂള് പോലെ വൈകിട്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ, വേറൊരു ദിവസം സന്ധ്യയ്ക്ക് പൂർണ്ണവട്ടത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ. നക്ഷത്രങ്ങളുടെയും സ്ഥാനം മാറുന്നുണ്ട്. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? കൂട്ടുകാർക്കും ഇതുപോലെ സംശയങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്താണ് രാത്രിയും പകലും? ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പ്രകാശം പതിക്കുന്നുണ്ടോ? രാവും പകലും ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ആവശ്യമായ വസ്തുക്കൾ: ഭൂമിയുടെ മാതൃക അഥവാ ഗ്ലോബ്, സ്റ്റീൽ കമ്പി, ബൾബ് പ്രകാശിപ്പിക്കാനുള്ള സംവിധാനം. ഡേ ആൻഡ് നൈറ്റ്. ഡസ് ലൈറ്റ് ഫാൾ എവ്രിവെയർ ഓൺ ദി എർത്ത് അറ്റ് ദി സെയിം ടൈം? വാട്ട് കോസസ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ്? ലെറ്റ്സ് ഡു an activity. Materials required: model of earth or globe, a steel rod and an arrangement for lighting a bulb. ഇത് നമുക്ക് ഒരു പരീക്ഷണമായി ചെയ്തു നോക്കാം. പ്രവർത്തനം: ഗ്ലോബിൻ്റെ സ്റ്റാൻഡ് നീക്കം ചെയ്യൂ. ബൾബും ഗ്ലോബും ചിത്രത്തിൽ കാണും വിധം സജ്ജീകരിക്കണം. ഗ്ലോബിൻ്റെ ഉത്തരധ്രുവം വടക്കുഭാഗത്തേക്ക് വരണം. ക്ലാസ് മുറി പരമാവധി ഇരുട്ടുള്ളതാക്കി ബൾബ് പ്രകാശിപ്പിക്കുക. സൂര്യന് പകരമായാണ് ബൾബ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോബ് ഭൂമിയാണെന്നും സങ്കല്പിക്കുക. ഉത്തരധ്രുവത്തിൻ്റെ ഭാഗത്തുനിന്നും ഗ്ലോബ് നിരീക്ഷിക്കൂ. സൂര്യന് അഭിമുഖമായ ഭാഗത്ത് വെളിച്ചവും മറുവശത്ത് ഇരുട്ടുമല്ലേ? ഗ്ലോബ് മെല്ലെ ഇടത്തോട്ട് തിരിക്കണം. ഗ്ലോബ് തിരിക്കുമ്പോൾ ഇരുട്ടുള്ള ഭാഗം പ്രകാശത്തിലേക്ക് വരുന്നതും പ്രകാശം പതിച്ചിരുന്ന ഭാഗം ഇരുട്ടിലേക്ക് മാറുന്നതും കാണുന്നില്ലേ? ആക്ടിവിറ്റി: റിമൂവ് ദ ഗ്ലോബ്സ് സ്റ്റാൻഡ്. അറേഞ്ച് ദ ബൾബ് ആൻഡ് ദ ഗ്ലോബ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ നോർത്ത് പോൾ ഓഫ് ദ ഗ്ലോബ് ഷുഡ് ബി ടുവേർഡ്സ് ദ നോർത്ത്. ലൈറ്റ് ദ ബൾബ് ആഫ്റ്റർ എൻഷുറിംഗ് maximum darkness in the classroom. The bulb is used in place of the sun. Imagine that the globe is the earth. Now observe the globe from the side of its north pole. Don't you see light in the portion facing the sun and darkness on the other side? Gently turn the globe to the left. Now don't you see that the dark portion entering to the lighted area and the lighted area moving into the dark area? അങ്ങനെയാണെങ്കിൽ ഗ്ലോബ് ഇടത്തോട്ട് തിരിക്കുമ്പോൾ കറക്കം ഏതു ദിശയിൽ നിന്ന് ഏതു ദിശയിലേക്കാണ്? ശരിയായ ഉത്തരത്തിൽ ടിക്കടയാളം രേഖപ്പെടുത്തൂ. അതെ, പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് അല്ലേ? When you turn the globe to the left, in which direction is its rotation? Put tick mark at the appropriate box. From west to east, right? ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഭൂമി പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. What do you understand from this activity?
write down your findings in the science diary. The earth spins from west to east. It is due to the earth's rotation that day and night continuously appear. കൂട്ടുകാരെല്ലാവരും ഉദയവും അസ്തമയവും കണ്ടിട്ടില്ലേ? സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. പിറ്റേന്ന് രാവിലെ വീണ്ടും കിഴക്കുദിക്കുന്നു. പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ എങ്ങനെയാണ് വീണ്ടും കിഴക്കുദിക്കുന്നത്? കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ? സൺറൈസ് ആൻഡ് സൺസെറ്റ്. We see the sun rising in the east and setting in the west. The very next day, the sun rises in the east again. How does the sun setting in the west rise in the east again? ഒരു പ്രവർത്തനം ചെയ്തു നോക്കാം. ഗ്ലോബിൽ നമ്മുടെ സ്ഥാനം ഏകദേശം കണ്ടെത്താൻ ശ്രമിക്കൂ. നമ്മളെല്ലാവരും കേരളത്തിലാണല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ഏകദേശ സ്ഥാനം കണ്ടെത്തിയാൽ മതി. ആ സ്ഥാനത്ത് ഒരു മൊട്ടുസൂചി കിഴക്കും പടിഞ്ഞാറ് വരത്തക്ക വിധം സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുക. സൂചിയുടെ മുകളിലെ അഗ്രത്തിൽ ചുവപ്പും മധ്യത്തിൽ വെള്ളയും താഴെ അഗ്രത്തിൽ പച്ചയും നിറങ്ങളിലുള്ള ചെറിയ പൊട്ടുകൾ ഒട്ടിക്കുക. വെളുത്ത പൊട്ടിലാണ് നിങ്ങൾ എന്നു സങ്കൽപ്പിക്കുക. ഇപ്പോൾ അഗ്രഭാഗങ്ങളിലെ പൊട്ടുകൾ നിങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമാണല്ലോ. ഇനി ഈ ചിത്രം ശ്രദ്ധിക്കൂ. നേരത്തെ പ്രവർത്തനത്തിൽ പറഞ്ഞ രീതിയിൽ ഒരു സൂചിയും അതിലായി ചുവപ്പ്, വെള്ള, പച്ച എന്നിങ്ങനെ 3 പൊട്ടുകളും ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളപ്പൊട്ടിൻ്റെ ഏതു ഭാഗത്തായിട്ടാണ് ചുവന്ന പൊട്ടു വരുന്നത്? കിഴക്കുവശത്താണ് അല്ലേ? ഈസ്റ്റ്. വെള്ളപ്പൊട്ടിൻ്റെ ഏതു ഭാഗത്തായിട്ടാണ് പച്ചപ്പൊട്ടു വരുന്നത്? പടിഞ്ഞാറു ഭാഗത്താണ്, ശരിയല്ലേ? വെസ്റ്റ്. അപ്പോൾ കിഴക്കുഭാഗത്തുള്ള പൊട്ടിൻ്റെ നിറമെന്താണ്? അതെ, ചുവപ്പ്. പടിഞ്ഞാറുള്ളതിൻ്റെ നിറമോ? അത് പച്ചയാണ്, ശരിയല്ലേ? ബൾബ് പ്രകാശിപ്പിച്ച് ഗ്ലോബ് സാവധാനം ഇടത്തോട്ട് തിരിക്കുക. ഏതെല്ലാം സ്ഥാനങ്ങളിൽ വെളുത്ത പൊട്ട് വരുമ്പോഴാണ് ഉദയം, നട്ടുച്ച, അസ്തമയം എന്നിവ വരുന്നത് എന്ന് നിരീക്ഷിക്കൂ. ആക്ടിവിറ്റി: ലൊക്കേറ്റ് our approximate position in the globe. On that area, fix a pin in the east-west direction using a cello tape. Fix a small red color bindi at the top end, a white one in the middle and green at the bottom. Imagine that you are on the white bindi. Now the bindis at the ends are in your east and west. What is the color of the bindi on the east? Red, right? What about color of the one in the west? Green, right? Light the bulb and gently turn it to the left. Observe the positions of the white bindi when there is sunrise, noon and sunset. കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കൂ. എപ്പോഴാണ് ഉദയം? വെളുത്ത പൊട്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ. നട്ടുച്ചയോ? വെളുത്ത പൊട്ട് വെളിച്ചത്തിന് നേരെ വരുമ്പോൾ. അസ്തമയം വരുന്നത് എപ്പോഴാണ്? വെളുത്ത പൊട്ട് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുമ്പോൾ. On the basis of your findings, complete the following table. Sunrise, when the white bindi moves from darkness to light. Noon, when the white spot comes in front of the light. Sunset, when the white bindi moves from light to darkness. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയവും
വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അസ്തമയവും അനുഭവപ്പെടുന്നു. Due to the rotation of the earth, those in the region moving from darkness to light feel sunrise, and for those going from light to darkness experience the sunset. ചിത്രം നോക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്ലോബിൽ എ, ബി, സി എന്നീ സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തൂ. തെർമോകോളിൽ കുട്ടികളുടെ രൂപം വെട്ടിയുണ്ടാക്കി ഈ സ്ഥാനങ്ങളിൽ ഒട്ടിക്കൂ. ഓരോ കുട്ടിയുടെയും കിഴക്കും പടിഞ്ഞാറും ഏതാണ്? നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കൂ. മാർക്ക് പൊസിഷൻസ് A, B and C on the globe as shown in the figure. Make models of children using thermocol and fix them in these positions. Which is the east and the west of each child? A എന്ന കുട്ടിയുടെ കിഴക്കുഭാഗം അല്ലെങ്കിൽ ഈസ്റ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ഈ ചിത്രം കൃത്യമായി നിരീക്ഷിച്ച് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കൂ. ഏതു സ്ഥാനത്തു നിൽക്കുന്ന കുട്ടിയാണ് സൂര്യോദയം കാണുന്നത്? എ ആണ്, ശരിയല്ലേ? എ സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? കിഴക്ക് ദിശയിലാണ്. ഏത് സ്ഥാനത്തു നിൽക്കുന്ന കുട്ടിക്കാണ് നട്ടുച്ച അനുഭവപ്പെടുന്നത്? അത് ബിക്കാണ്. ബി സൂര്യനെ കാണുന്നത് എവിടെയാണ്? തലയ്ക്കു മുകളിലാണ്. ഏത് സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയാണ് അസ്തമയം കാണുന്നത്? അത് സിയാണ്, ശരിയല്ലേ? സി സൂര്യനെ കാണുന്നത് ഏത് ദിശയിലാണ്? പടിഞ്ഞാറ് ദിശയിൽ. On the basis of the observations, complete the following table. In which position will the child see the sunrise? A. In which direction does A see the sun? East. In which position does the child experience noon? B. Where does B see the sun? Above the head. In which position does the child see the sunset? C. In which direction does C see the sun? West. പട്ടിക വിശകലനം ചെയ്ത് എത്തിച്ചേരാവുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ്? ഉത്തര ധ്രുവത്തിനടുത്തുനിന്ന് ഗ്ലോബ് കറക്കി നോക്കൂ. ഭൂമിയിൽ ഓരോ സ്ഥാനത്തുള്ളവർക്കും ഉദയവും അസ്തമയവും അനുഭവപ്പെടുന്നില്ലേ? പ്രഭാതത്തിൽ കിഴക്കു കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്കു മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്തു തന്നെയല്ലേ? ഭൂമിയുടെ ഭ്രമണമാണ് ഉദയാസ്തമയങ്ങൾക്ക് കാരണം. What are the inferences you arrive at by analyzing the table? Try to turn the globe from the North Pole. Don't you see that people in each place experience sunrise and sunset? In fact, the sun which appears in the east in the morning, the sun above the head at noon, and the sun which sets in the west in the evening remains in the same place. It is the rotation of the earth that causes day and night. തിങ്കളും താരങ്ങളും എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.